ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം, ഇവരെ ഒന്ന് സ്തുതിച്ചു നോക്കും, സർവ ഐശ്വര്യം നേടാൻ പറ്റും. ഇവരെ നിങ്ങളൊന്ന് സ്തുതിച്ചു നോക്കൂ, സർവൈശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെയാണ് സ്തുതിക്കേണ്ടത്? ആ കാര്യത്തിലേക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോവുകയാണ്. ആ കാര്യങ്ങൾ ആരെയാണ് സ്തുതിക്കേണ്ടത്? നിങ്ങളെ സ്തുതിക്കേണ്ടത് മറ്റാരെയല്ല. ദൈവങ്ങളെയൊക്കെ സ്തുതിക്കാം, കുഴപ്പമില്ല, അതൊക്കെ വളരെ നല്ല. എന്നാൽ നിങ്ങളെ നാഗങ്ങളെ സ്തുതിക്കുക. നാഗങ്ങൾ ഇല്ലേ, നാഗങ്ങൾ വീടിന് ഐശ്വര്യം തരുന്നതാണ്. നാഗങ്ങളെ വേണ്ട വിധത്തിൽ നോക്കണം. നാഗം എന്ന് പറയുമ്പോൾ ചിലവർക്ക് പേടിയാണ്, ഇല്ലേ? ശരിയാണ്. പക്ഷേ നാഗദൈവങ്ങളെ ആരാധിക്കാമല്ലോ. അത് നമ്മൾ വീട്ടിലുമല്ല വെക്കുന്നത്, നമ്മ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴാണല്ലോ നാഗങ്ങളെ തൊഴണം. അല്ല, വീട്ടിൽ കൊണ്ടുവന്ന് നാഗങ്ങളെ വളർത്തി ആരും തൊടാറില്ലല്ലോ. അപ്പം നാഗങ്ങളെ നമ്മ സ്തുതിക്കണം. എവിടെ? ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും നാഗങ്ങളെ സ്തുതിക്കുകയും നാഗങ്ങളുടെ സ്തുതി ചൊല്ലുകയോ ഒക്കെ ചെല്ലുന്നത് കുടുംബത്തിൽ സർവൈശ്വര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടും. നാഗങ്ങൾ ഐശ്വര്യം കൊണ്ട് തരുന്നതാണ്. ഭൂമിക്കുടയവരാണ്. നാഗങ്ങളില്ലാത്ത ഭൂമിയില്ല. എവിടെ നോക്കിയാലും നാഗങ്ങളുണ്ടാവും. അപ്പൊ ആ നാഗങ്ങളെ സ്തുതിച്ചു നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമുക്ക് സർവൈശ്വര്യങ്ങളുണ്ടാവും. ഈ ബ്രഹ്മാവ് നാഗദൈവങ്ങളെ ഓരോ ദിവസത്തിൻ്റെയും അധിപതികളായി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഓരോ ദിവസത്തിനും അധിപതികളായ നാഗങ്ങളുണ്ട്. അവരെ നമുക്ക് ഓരോ ദിവസവും ഒന്ന് സ്തുതിക്കാം. നാഗങ്ങളുടെ അധിപതികളായ ആ നാഗദൈവന്മാരെ, നാഗത്താന്മാരെ നമുക്കൊന്ന് സ്തുതിക്കാം. ഈ പണ്ട് കാലത്ത് ഓരോ തറവാടും ആ തറവാടിനോടനുബന്ധിച്ചുള്ള യക്ഷിത്തറയും നാഗത്തറയും അതേപോലെ തന്നെ സർപ്പക്കാവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത്, ഇല്ലേ? എന്തിനു വേണ്ടിയാണ് അവരത് വെച്ചിരിക്കുന്നത്? ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. കുടുംബത്തിന്, ആ തറവാടിനും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് സർപ്പക്കാവുകൾ അവിടെ സംരക്ഷിച്ചു പോന്നിരുന്നത്. ഇപ്പോഴും പല വീടുകളിലും സർപ്പക്കാവുകളൊക്കെ ഉണ്ട്. അവർക്ക് കളമെഴുത്തും പാട്ടും, നാഗങ്ങൾക്ക് നൂറുംപാലും, അതേപോലെയുള്ള മറ്റ് സർപ്പം പാട്ടും, ഇതെല്ലാം കളമെഴുത്തും പാട്ടും ഒക്കെ നടത്തി വരുന്ന ഇപ്പോഴും ഒരുപാട് വീടുകളുണ്ട്, ഇല്ലേ? ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, വീടുകളിലുണ്ട്. അപ്പൊ ആ നാഗങ്ങളെല്ലാം നമ്മൾ സ്തുതിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ ഈ പരിസ്ഥിതിക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് സർപ്പക്കാവുകൾ പണ്ടുണ്ടായിരുന്നത്. ഇന്ന് പലതൊക്കെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു, ഇല്ലേ? സർപ്പക്കാവുകൾ പരിസ്ഥിതി സംരക്ഷണത്തിനും കൂടിയാണ് പണ്ട് കാലത്ത് കാരണന്മാർ. അവർ മുൻകൂട്ടി കണ്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം വൃക്ഷവല്ലതാദികൾ പടർന്നു പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള സാധ്യതകളെല്ലാം ഒത്തുചേരും. അതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാരണന്മാരങ്ങനെ സർപ്പക്കാവുകൾ ഒരേ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വെച്ചിരുന്നത്. കുടുംബത്തിന് ഐശ്വര്യം വരാനും പരിസ്ഥിതിപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് അവർ ചെയ്തത്. അപ്പം നമ്മൾക്ക് ഓരോ ദിവസം സ്തുതിക്കേണ്ട ചില നാഗങ്ങളുണ്ട്. അവരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഞായറാഴ്ച അനന്തൻ എന്ന നാഗത്തെ സ്തുതിക്കണം. ഞായറാഴ്ച അനന്തൻ എന്ന നാഗത്തെ സ്തുതിക്കണം. തിങ്കളാഴ്ച വാസുകി എന്ന സർപ്പത്തെ സ്തുതിക്കണം. വാസുകി സർപ്പം. അപ്പൊ അനന്തനാഗം, വാസുകി സർപ്പം. ചൊവ്വാഴ്ച തക്ഷകൻ എന്ന സർപ്പത്തെ, ബ്രഹ്മാവ് മനുഷ്യനെ സ്തുതിക്കാൻ വേണ്ടി ചൊവ്വാഴ്ചയുടെ അധിപനായ നാഗത്തിന്റെ പേരാണ് തക്ഷകൻ. ബുധനാഴ്ച ദിവസത്തിന്റെ അധിപനായ നാഗദൈവാരാണ് കാർക്കോടകൻ എന്ന് പറയും. പിന്നെ വ്യാഴാഴ്ച ദിവസത്തിന്റെ അധിപനാരാണ് പത്മൻ.
പത്മൻ എന്നാണ് ആ നാഗത്തിന്റെ പേര്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ അധിപനായ നാഗം ആരാണ്? മഹാപത്മൻ എന്നാണ് അറിയപ്പെടുന്നത്. ശനിയാഴ്ച ഭരിക്കുന്ന അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ അധിപനായ ആ നാഗത്തിന്റെ പേരെന്താണ്? ശംഖഭാഷനൻ എന്നാണ്. ശംഖഭാഷനൻ എന്നാണ്. അങ്ങനെ ഈ 7 ദിവസം ആഴ്ചയിൽ 7 ദിവസവും 7 നാഗങ്ങളെ സ്തുതിക്കാൻ ബ്രഹ്മാവ് നമ്മൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. അവര് ഓരോ ദിവസവും അവരെയാണ് നമ്മളെ ഓരോ ആഴ്ചകളിലും നമ്മളെ ഭരിക്കുന്നത്. ഇവയാണ് ഓരോ ദിവസത്തിലും ആരാധിക്കേണ്ട നാഗങ്ങൾ. ഭൂമിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭൂമിക്കുടയോരാണ് നാഗങ്ങൾ. അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിച്ചാൽ അവരും നമ്മളെ സംരക്ഷിക്കും. അതാണ് ചെയ്യുന്നത്. നാഗത്തന്മാരെ ആരാധിച്ചാൽ ഐശ്വര്യമുണ്ടാവും. അതുകൂടാതെ സന്താന ഗുണവും ഉണ്ടാവും. ചിലർക്ക് സന്താനങ്ങൾ ജനിക്കാനൊക്കെ ചില കുടുംബത്തിൽ ഈ ഭാര്യാഭർത്താക്കന്മാർക്ക് സന്താനം ഉണ്ടാവും. മുൻജന്മത്തിൽ ചെയ്തേക്കുന്ന സർപ്പശാപത്തിൻ്റെ പേരിലായിരിക്കുള്ളൂ. അതേപോലെ തന്നെ മുൻജന്മത്തിൽ ചെയ്തേക്കുന്ന സർപ്പശാപത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന സർപ്പശാപത്തിൻ്റെ പേരിലോ ഒക്കെ ചിലവർക്ക് പാണ്ഡുരോഗങ്ങളും ചില സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളും ചൊറിഞ്ഞു പൊട്ടൽ അതേപോലെയുള്ള മറ്റസുഖങ്ങളും എല്ലാം ഈ നാഗദോഷങ്ങൾ വന്നു ചേരാണ്. അപ്പോൾ ഈ നാഗത്താന്മാരെ സ്തുതിക്കുകയും നാഗത്താന്മാർക്ക് വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അതുവഴി നമുക്ക് കുടുംബത്തിന് ശ്രേയസ്സുണ്ടാവും, കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാവും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നാഗത്താന്മാർ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. അവരെ നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ അവരെ സ്തുതിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് അനുഭവം ഉണ്ടാവും. ഇവരെ ദിവസം നിങ്ങളൊന്ന് സ്തുതിച്ചു നോക്ക്, എൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവും. ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി ചെയ്യണം, തീർച്ചയായിട്ടും ഫലം കിട്ടും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.